നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കേരള ഹിസ്റ്ററി, കറണ്ട് ഫാക്ട്സ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. കാരാട്ട് ഗോവിന്ദ മേനോൻ പിൻകാലത്ത് ഏത് പേരിലാണ് പ്രശസ്തനായത്? ബ്രഹ്മാനന്ദ ശിവയോഗി. 1950 വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമേത്? സ്വദേശാഭിമാനി. ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ 1916 മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ? പാലക്കാട്. കേരള സമൂഹ ചരിത്രത്തിലെ നാഴികക്കല്ലായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷമേത്? 1936. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? കെ കേളപ്പൻ. താഴെ പറയുന്നവയിൽ ആദ്യം നടന്നതേത്? ഓപ്ഷൻ എ മലയാളി മെമ്മോറിയൽ, ഓപ്ഷൻ ബി ഈഴവ മെമ്മോറിയൽ, ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ ഡി മലബാർ കലാപം. ഉത്തരം ഓപ്ഷൻ എ മലയാളി മെമ്മോറിയൽ. മലബാറിൽ കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമേത്? മിതവാദി. ശ്രീനാരായണ ഗുരു ആലവിയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷമേത്? 1913. സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് ആരാണ്? അയ്യങ്കാളി. 1921 മലബാർ കലാപം ആരംഭിച്ച സ്ഥലമേത്? പൂക്കോട്ടൂർ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷമേത്? 1938. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമേത്? ആറ്റിങ്ങൽ കലാപം. കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആര്? പൊയ്കയിൽ കുമാരഗുരുദേവൻ. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിൽ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് എ കെ ഗോപാലൻ. അമേരിക്കൻ മോഡൽ അറബിക്കടൽ ഏത് സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്? പുന്നപ്ര വയലാർ സമരം. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആര്? അംശി നാരായണപിള്ള. സമത്വ സമാജ സ്ഥാപകനാര്? വൈകുണ്ഠ സ്വാമികൾ. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷമേത്? 1930. ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമ സ്ഥാപകൻ ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. ഗുരുവായൂർ സത്യാഗ്രഹ വാളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ടി കെ ഗോപാലൻ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ. മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? ചാന്നാർ ലഹള. തത്വപ്രകാശികാശ്രമത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വാഗ്ഭടാനന്ദൻ. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതിയെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? മഹാത്മാഗാന്ധി. സ്വാമി ശിവാനന്ദ പരമഹംസ വടകരയിൽ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമേത്? സിദ്ധസമാജ പ്രസ്ഥാനം. ഇവയിൽ ആദ്യം നടന്നതേത്? ഓപ്ഷൻ എ നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം, ഓപ്ഷൻ സി വൈക്കം സത്യാഗ്രഹം, ഓപ്ഷൻ ഡി ഗുരുവായൂർ സത്യാഗ്രഹം. ഉത്തരം ഓപ്ഷൻ സി വൈക്കം സത്യാഗ്രഹം. പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയല്ലാത്തതേത്? ഓപ്ഷൻ എ കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. ഓപ്ഷൻ ബി 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു. ഓപ്ഷൻ സി കേരള സിംഹം എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ഡി പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. ഉത്തരം ഓപ്ഷൻ ബി. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ കെ എം പണിക്കർ. തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനന സ്ഥലമേത്? തലക്കുളം. കുറിച്യ കലാപം നടന്ന വർഷമേത്? 1812. കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട്. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആര്? വൈകുണ്ഠ സ്വാമികൾ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാര്? വൈകുണ്ഠ സ്വാമികൾ. നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമിയുടെ പേരിൽ പുതുതായി ക്ഷേത്രം നിലവിൽ വന്നത് എവിടെ? കണ്ണമ്മൂല, തിരുവനന്തപുരം. കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള
കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തിയാര്? ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ മേൽമുണ്ട് കലാപം, ഓപ്ഷൻ ബി SNDP, ഓപ്ഷൻ സി സർവമത സമ്മേളനം, ഓപ്ഷൻ ഡി അരുവിപ്പുറം പ്രതിഷ്ഠ. ഉത്തരം ഓപ്ഷൻ എ മേൽമുണ്ട് സമരം. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ശ്രീനാരായണ ഗുരു. ഊരിട്ടമ്പലം സ്കൂളിന്റെ പുതിയ പേരെന്ത്? അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? അയ്യങ്കാളി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തതേത്? ഓപ്ഷൻ എ സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു, ഓപ്ഷൻ ബി കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹ്യ പരിഷ്കർത്താവ്, ഓപ്ഷൻ സി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു, ഓപ്ഷൻ ഡി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. ഉത്തരം ഓപ്ഷൻ സി. ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചതാര്? സഹോദരൻ അയ്യപ്പൻ. 2022 മേൽ പണ്ഡിറ്റ് കറുപ്പൻ വിചാരവേദിയുടെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാര്? MK കുഞ്ഞോൻ. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത്? ചേറായി, എറണാകുളം. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തിയാര്? പണ്ഡിറ്റ് കറുപ്പൻ. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ്? മന്നത്ത് പത്മനാഭൻ. VT ഭട്ടതിരിപ്പാടിനെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത്? ഓപ്ഷൻ എ കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ സൃഷ്ടാവ്, ഓപ്ഷൻ ബി കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു, ഓപ്ഷൻ സി നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു, ഓപ്ഷൻ ഡി മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താഴ്വഴിയിൽപ്പെട്ടത്. ഉത്തരം ഓപ്ഷൻ സി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചും അവയ്ക്ക് നേതൃത്വം വഹിച്ചവരെക്കുറിച്ചും ഉചിതമായി യോജിപ്പിച്ചത് കണ്ടെത്തുക. ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം KP കേശവമേനോൻ, ഓപ്ഷൻ ബി മിശ്രഭോജനം ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ സി പന്മന ആശ്രമം സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ഡി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഉത്തരം ഓപ്ഷൻ എ, ഓപ്ഷൻ ഡി. നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം ഏത്? വൈക്കം സത്യാഗ്രഹം. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചും ഉചിതമായി യോജിപ്പിച്ചത് കണ്ടെത്തുക. ഓപ്ഷൻ എ ചെമ്പഴന്തി ആശ്രമം അയ്യങ്കാളി, ഓപ്ഷൻ ബി ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ സി വൈക്കം സത്യാഗ്രഹം KP കേശവമേനോൻ, ഓപ്ഷൻ ഡി ചാന്നാർ ലഹള സഹോദരൻ അയ്യപ്പൻ. ഉത്തരം ഓപ്ഷൻ ബി, ഓപ്ഷൻ സി. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആര്? TK മാധവൻ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതാര്? ഉള്ളൂർ S പരമേശ്വരയ്യർ. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാര്? ഡോക്ടർ പൽപ്പു. കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നതാര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻ എ പഴശ്ശി വിപ്ലവം, ഓപ്ഷൻ ബി നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ സി തിരുവിതാംകൂർ കലാപം, ഓപ്ഷൻ ഡി കുറിച്യർ കലാപം. ഉത്തരം ഓപ്ഷൻ ബി നിവർത്തന പ്രക്ഷോഭം. മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. ഓപ്ഷൻ ബി മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്നത്. ഓപ്ഷൻ സി ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച കലാപമാണ് സായുധ കലാപം. ഓപ്ഷൻ ഡി ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. ഉത്തരം എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഓപ്ഷൻ എ K കേളപ്പൻ നയിച്ചു, ഓപ്ഷൻ ബി കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ, ഓപ്ഷൻ സി 1930 നടന്നു, ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹത്തിന് തുടർച്ചയായാണ് പയ്യന്നൂർ നടന്ന ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ ഇ 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികളാണ് പങ്കെടുത്തത്. ഉത്തരം ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ ആര്? K കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് നടത്തിയ സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് ആര്? മന്നത്ത് പത്മനാഭൻ. 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണ നടപടികൾ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷന്റെ പേരെന്ത്? ലോഗൻ കമ്മീഷൻ.
സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി തിരുവിതാംകൂർ നടന്ന പ്രധാന പ്രക്ഷോഭമേത്? വൈക്കം സത്യാഗ്രഹം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.